ഹലോ, ആരോഗ്യം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആസ്റ്റർ മിംസ് കണ്ണൂരിലെ എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അർജുൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, അപ്പോൾ നമസ്കാരം. ആദ്യം നമുക്ക് ആ ഒരു ബേസിക്സിലേക്ക് കടക്കാം. അപ്പോൾ ഒബിസിറ്റി ഇപ്പം എല്ലാവരും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് എന്താണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്? ഇത് ഇന്ത്യയിൽ കോമൺ ആണോ? എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയുമോ? സോ ഒബിസിറ്റി നമ്മളൊരു നമ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ BMI, അതായത് ഹൈറ്റും വെയിറ്റും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന BMI വെച്ച് നമ്മൾ 30ന് മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഒബിസിറ്റി എന്ന് പറയുക. ഒബിസിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ അമിതവണ്ണം എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പറയും അയാൾ കൂടുതൽ ഫുഡ് കഴിച്ചു. അതെ, അയാൾ ഫുഡ് കഴിച്ചു. ഈവൻ ഞങ്ങൾ പോലും പണ്ട് പഠിക്കുന്ന കാലത്ത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെയാണ്. അതായത് ഒരാൾ അമിതവണ്ണം വരുമ്പോൾ നമ്മൾ അയാൾ ഫുഡ് കഴിച്ചു കൂടുതൽ, അയാൾ എക്സസൈസ് ചെയ്തില്ല, അതുകൊണ്ട് അയാൾ തടി വെച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുപാട് പഠനങ്ങളിൽ നമുക്കറിയാം അതിനുപരി ഇതിനൊരു ജനറ്റിക് കമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ ഒരാൾക്ക് ഷുഗർ വരുന്ന പോലോ പ്രഷർ വരുന്ന പോലെ ഒരു അസുഖം തന്നെയാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്, അതായത് അമിതവണ്ണം വരുന്നത്. അപ്പോൾ ഈ അമിതവണ്ണം ഒരു കോസ്മെറ്റിക് ഇത് മാത്രമല്ല, അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ സപ്പോസ് ഷുഗർ വരുമ്പോൾ നമുക്ക് ഷുഗർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മറ്റ് അവയവങ്ങളെ ബാധിക്കും, കണ്ണ്, കിഡ്നി, ഞരമ്പിനെല്ലാം ബാധിക്കും. അതേപോലെ തന്നെയാണ് ഒബിസിറ്റി. 200ഓളം കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ ഒബിസിറ്റിനോട് അനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒബിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു കോസ്മെറ്റിക് എന്നാണ് പൊതുവേ നമ്മൾ എപ്പോഴും വിചാരിക്കുക. ഓക്കെ, ഒബിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളീ കാണുന്ന ചെറിയൊരു വെയിറ്റ് ലോസ് അല്ലല്ലേ, അതായത് 100 കിലോയുടെ മുകളിൽ 120, 150 കിലോ എന്ന് പറയുന്ന രീതിക്കാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ അവർ സ്റ്റാർവ് ചെയ്ത്, അതായത് അവർ പട്ടിണി കിടന്ന് ഈ ഒരു വിഷമം കാരണം ഒരു ഭക്ഷണം ഒട്ടും കഴിക്കാതെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇത് അവരുടെ ഹെൽത്തിനെ ബാധിക്കില്ലേ? അതെ, നമുക്ക് എപ്പോഴും പേഷ്യൻസ് OPDയിൽ വന്ന് പറയുന്നതാണ്, ഡോക്ടർ ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് നല്ലോണം ഡയറ്റ് ചെയ്തു. അതിൽ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളൊരു 6 മാസം നല്ലോണം പരിശ്രമിച്ചു, നമ്മൾ ജിമ്മിൽ പോയി നമ്മൾ എക്സസൈസ് ചെയ്തു, എനിക്ക് 10 കിലോളം കുറഞ്ഞു. അപ്പോൾ അവരത് ഡ്രോപ്പ് ചെയ്യണം. അതെ, ആ 10 കിലോ കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു 6 മാസത്തിൽ എനിക്ക് അതേ 10 കിലോ തിരിച്ച് കിട്ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി തീരെ കുറയാത്തവരുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഈ ജനറ്റിക് കമ്പണൻറ്റ്, ഈ ഹോർമോണൽ കമ്പണൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ എത്ര എക്സസൈസ് ചെയ്താലും ഡയറ്റ് ചെയ്താലും ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്തതാവാം. ഫസ്റ്റ് കമ്പണൻ്റ് ആൾ വെയിറ്റ് കുറച്ചു, പക്ഷേ അവർക്ക് പെട്ടെന്ന് ആ വെയിറ്റ് കിട്ടി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ബേസിക്കലി നമുക്ക് കുറച്ച് വെയിറ്റ് കുറയുമ്പോൾ തന്നെ ബോഡിയുടെ വിചാരം നമുക്ക് എന്തോ അസുഖം വന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം മൊത്തം മാറും. നമുക്ക് 2-3 ഹോർമോണുകളുണ്ട്. അതായത് നമുക്ക് ഗ്രലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, നമുക്ക് ലെപ്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശപ്പും സറ്റൈറ്റിയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഒക്കെ കുറച്ച് മാറ്റി നമ്മുടെ വിശപ്പൊക്കെ കൂട്ടി തിരിച്ച് ആ വെയിറ്റ് പിടിക്കാൻ നോക്കും. അപ്പോൾ പൊതുവെ ഇത് കാരണമാണ് പലപ്പോഴും വെയിറ്റ് കുറഞ്ഞാലും പേഷ്യൻ്റ് അപ്പം തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ തിരിച്ച് വെയിറ്റ് കിട്ടുന്നത്. അവർ വിചാരിക്കും അവരെന്തോ പേഴ്സണൽ ഫെയിലിയർ കാരണം അവരത് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടും പറ്റാത്തത് കൊണ്ടോ അത് കുറഞ്ഞാൽ. ബട്ട് ഇതിനകത്തൊരു കമ്പണൻറ്റ് നമ്മുടെ ബോഡിയുടെ മിസ്റ്റേക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒബിസിറ്റി നമ്മൾ സാധാരണ ഒരു അസുഖം വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇനി കരുതേണ്ടത്, ഇനി മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഇന്ത്യയിൽ കോമൺ ആണോ? നമ്മൾ കുറേ ഈ റീൽസിലൊക്കെ കാണാറില്ലേ, വിദേശത്തൊക്കെ ഒരുപാട് പേര് ഇത്ര തടി ഉണ്ടായിരുന്നു, അവർ വർക്കൗട്ട് ചെയ്തു, മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് റീൽസ് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അത് ഇന്ത്യയിൽ എത്രമാത്രം കോമൺ ആണ് ഒബിസിറ്റി? അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ ചെറുപ്പം തൊട്ടേ ഈ ഒരു ഒബിസിറ്റി വരുന്നത്, എത്ര കോമൺ ആണ് ഇത് ഇന്ത്യയിൽ? പണ്ട് ആക്ച്വലി കുറച്ച് അത്രയ്ക്ക് കോമൺ അല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഭയങ്കരമായിട്ട് കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട്. 4-1 നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി ഓവർ വെയ്റ്റ് ഓർ ഒബീസ് ആണെന്നാണ് പറയുന്നത്. ഓവർ വെയ്റ്റ് ഓർ ഒബീസ് 4-1 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് മാറി. നമ്മൾ ഇന്ത്യൻസ് ബേസിക്കലി എന്താ വെച്ചാൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഷുഗറിൻ്റെയൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മുടെ എക്സസൈസ് റുട്ടീൻസ് ഒക്കെ വളരെ കുറവാണ്. എനിക്കൊന്ന് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. പിന്നെ നമ്മുടെ സ്ട്രെസ് ഫാക്ടർ ഒരു ഫാക്ടറാണ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. പിന്നെ വേറെ ഇതല്ലാതെ തന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികളുടെ കാര്യത്തിൽ ഈ ഷുഗർ വരിക എന്നുള്ളത് വളരെ ഒരു റെയർ കാര്യമായിരുന്നു. കുട്ടികളുടെ ഡയബറ്റിസ് ആയിട്ട് വന്ന പ്രമേഹം, ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നൊരു പ്രമേഹം നമുക്ക് ഏകദേശം ഉറപ്പാണ് കുട്ടി കയറുമ്പോൾ തന്നെ. ഇപ്പോൾ പക്ഷേ നമ്മൾ OPDയിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലല്ല. ഒരു കുട്ടി ഡയബറ്റിസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം തിരിഞ്ഞു, നമുക്കത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണെന്ന് ഏകദേശം ഉറപ്പിക്കാം. കാരണം മിക്കപ്പോഴും അമിതവണ്ണം കാരണം കുട്ടികളിൽ പോലും ഇപ്പോൾ ഡയബറ്റിസ് ഭയങ്കര കൂടുതലായി കാണുന്നുണ്ട്. കാരണം നമ്മൾ പണ്ട് മേ ബി ഒരാളോ 2 ആളോ കാണുന്ന ഇപ്പോൾ ഒരാഴ്ചയിൽ 10 പേര് 15 പേരെ കാണുന്നത്, അത്രയും കൂടിയിട്ടുണ്ട്, അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്. ഈ പീഡിയാട്രിക് ഒബിസിറ്റി അതിൻ്റെ കൂടെയുള്ള മറ്റ് പ്രശ്നങ്ങൾ, അതായത് പീഡിയാട്രിക് ഒബിസിറ്റി എന്ന് പറയുമ്പോൾ കുട്ടികളിൽ അമിതവണ്ണം വരുമ്പോൾ അത് കാരണം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ OPDയിൽ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺസും ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ്. അതിനകത്ത് ഈ ഷുഗർ ഇൻടേക്കാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഷുഗർ ക്രേവിങ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ റീല്, ഫുഡ് വ്ളോഗ്സ്, ഇതൊക്കെ ഇതിനോട് ബാധിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ ജനറേഷൻ എന്നല്ല, ഇപ്പോൾ ഉള്ള ആളുകൾ
കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു. അത് കാരണം പുതിയ ഫുഡ് സ്പോർട്സ് തേടി പോകുന്നു. അങ്ങനെ നമുക്കൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉള്ള പോലെ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ട്. അതെ, നമ്മൾ അതിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് മോഡറേഷനാണ്. ഇതൊന്നും ഞാൻ ഒഴിവാക്കാനല്ല പറയുന്നത്, കുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കരുത്, മധുരം കൊടുക്കരുത് എന്നല്ല പറയുന്നത്. മോഡറേഷൻ എല്ലാ ആസ്പെക്റ്റിലും വേണം. അതായത് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും, എത്ര ദിവസം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, എന്താ നമ്മൾ കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എത്രത്തോളം ഷുഗർ കണ്ടന്റ് ഉണ്ട്, ഇതിനെല്ലാം നമ്മളൊരു അളവും കണക്കും വെക്കണം. ഇതാണ് ഞാൻ മിക്കപ്പോഴും എല്ലായിടത്തും പറയുന്നത്, എല്ലാ പേഷ്യൻസിനോടും പറയുന്നത് തന്നെയാണ്. ഞങ്ങളുടെ കാണാൻ വരുന്ന ഷുഗർ പേഷ്യൻസ് എല്ലാം വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ പൈസയൊക്കെ കുടിക്കാറുണ്ട്, ഫുഡൊക്കെ കഴിക്കാറുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവർക്ക് അതിൻ്റേതായ ഒരു മോഡറേഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇതിനപ്പുറം നിങ്ങൾ കഴിക്കാൻ പാടില്ല. കുട്ടികളുടെ കാര്യത്തിലും അതേപോലെയാണ്. നമ്മൾ അവരുടെ ഷുഗർ കണ്ടൻറ്റ്, അവരുടെ ഷുഗർ ഇൻടേക്ക് നമ്മളൊരളവ് വെച്ച് തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പം തീരെ അത് ശ്രദ്ധയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതൽ കഴിച്ചാൽ അധികമായാൽ അമൃതം വിഷം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒരു നിശ്ചിത അളവിൽ. അതെ, മോഡറേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒഴിവാക്കാനല്ല പറയുന്നത്, ഒഴിവാക്കേണ്ട ആൾക്കാരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞു. സാധാരണ ഇപ്പോൾ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ നമ്മൾ ഷുഗർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഒരു അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഒബിസിറ്റി ഒരു അസുഖമാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഒരു ഡിസീസ് ആണ് അത് അല്ലെ, അത് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതിന് എന്തെല്ലാം ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, നമ്മളിപ്പം പണ്ട് നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈവൻ ഞങ്ങളുടെ കൈയും കുറച്ച് കെട്ടിയിട്ട ഒരു അവസ്ഥയായിരുന്നു. കാരണം നമുക്കും അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ആദ്യം ഒരാൾ വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഡയറ്റ് എക്സസൈസിൽ നമ്മൾ നോക്കി. പക്ഷേ ഈ ഡയറ്റ് എക്സസൈസ് അത് തന്നെയാണ് നമ്മൾ പറയാമല്ലോ, ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. അതെ. അപ്പോൾ അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റിനപ്പുറം ഈ ഡയറ്റ് എക്സസൈസിലും, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, 10% 20% ഡയറ്റ് എക്സസൈസിൽ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ആ ജനറ്റിക് കമ്പണൻറ്റ്, ഹോർമോണൽ കമ്പണൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല ഇപ്പം നമുക്ക് പറ്റിയെന്ന് പറഞ്ഞ് വേറെ ഒരാൾക്ക് അത് പറ്റണം എന്നില്ല. അപ്പോൾ ഇതിൽ പറ്റാത്തൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളത് ജനറലൈസ് ചെയ്യാൻ പാടില്ല. ബട്ട് ഇൻ ജനറൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു 5 to 7% ഒക്കെ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഈ ഡയറ്റ് ആൻഡ് എക്സസൈസ് വെച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റേ അറ്റമാണ്. അതായത് മറ്റേ അറ്റത്ത് എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി, സർജിക്കൽ ഓപ്ഷൻസ് അല്ലേ? സർജറി ചെയ്ത് ഫാറ്റ് റിമൂവ് ചെയ്യുക. അതെ, ഇതും വളരെ കോമൺ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സർജിക്കൽ ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. പക്ഷേ അവിടെ നമുക്ക് ഭയങ്കര ഫാറ്റ് ലോസ് വരാം. അതായത് ഇപ്പോൾ ഇവിടെ 5 to 7% ആണെങ്കിൽ അവിടെ 25 to 35% ആണ്. നല്ലൊരു ഫാറ്റ് ലോസ് വരും. നല്ലൊരു സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ, അതിൻ്റേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു വലിയ ഗ്യാപ്പാണ്. അതായത് 5 to 7% ഇടയിലും ഈ 30% ഇടയിലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറവ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനെല്ലാം നമുക്ക് എന്താണ് പറയുക, അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പണ്ട് നമുക്കിപ്പോൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനല്ല, നമുക്ക് കുറേ ന്യൂവർ മോളിക്യൂൾസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചെക്റ്റബിൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് സെമാഗ്ലൂട്ടൈഡ്, ടിർസെപ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചെക്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എല്ലാവരും ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ സർജറി ആവണമെന്നില്ല. ഓർ എല്ലാവരും ഐഡിയൽ കാൻഡിഡേറ്റ്, എക്സസീവ് ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രം. അതെ, മാത്രമല്ല എല്ലാവരും ചിലപ്പോൾ മോട്ടിവേറ്റഡ് ഫോർ സർജറി ആവണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു പേഷ്യനെ കൺവിൻസ് ചെയ്തെടുക്കാൻ വലിയ പാടായിരിക്കും. നമ്മൾ 2-3 times കൺവിൻസ് ചെയ്താലും ചിലപ്പോൾ അവർ, ഇഫ് ദേ ആർ നോട്ട് വില്ലിങ്, ദേ ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ദ ഹോൾ തിങ് അല്ലേ. പിന്നെ അതിന് അവർ ഡയറ്റ് എക്സസൈസും ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. ഇപ്പോൾ 120 ഉണ്ടായിരുന്ന ആൾ ചിലപ്പോൾ 130 പോയേക്കാം. അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. കാരണം ഡോക്ടർ പറഞ്ഞത് സർജറിയാണ്, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളതങ്ങ് വിടും. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഗ്യാപ്പിലാണ് ഇപ്പോൾ ഈ ഇഞ്ചെക്ഷൻസ് വരുന്നത്. ഇത് ന്യൂവർ മോളിക്യൂൾസ് ആണ്, പണ്ടോട്ടേ ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ന്യൂവർ ജനറേഷനാണ്. GLP-1 അനലോഗ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഓഫ് മെഡിസിൻസ് ആണ്. അതിൻ്റെ ന്യൂവർ മോളിക്യൂൾസ് ആണ് ഈ സെമാഗ്ലൂട്ടൈഡും ടിർസെപ്റ്റൈഡ് എന്ന് പറഞ്ഞ മെഡിസിൻസ്. ഇവരാണ് ഈ 15 മുതൽ 20% ഇപ്പം നമ്മുടെ ഉള്ള ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ഗ്യാപ്പിൽ വേറെ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ന്യൂവർ മോളിക്യൂൾസ് ഉണ്ട്, ന്യൂവർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാനും കേട്ടു ഈ ഒരു ഇഞ്ചക്ഷൻസിനെ കുറിച്ചിട്ട് അല്ലേ, ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സർജറിക്ക് കൺവിൻസ് ആവാത്ത പോലെ തന്നെ ഇഞ്ചക്ഷനെ കുറിച്ചിട്ട് ഒരുപാട് പേടിയുള്ള ആളുകളുണ്ടായിരിക്കും. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ ഇൻടേക്ക് ചെയ്യാൻ പറ്റും? സോ ഇത് ഇഞ്ചക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിക്കുക നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ആഴ്ചയും പോയി ഇഞ്ചക്ഷൻ അടിക്കണം. അങ്ങനല്ല. നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പെൻ ഡിവൈസ് പോലെ അവരൊരു പെൻ കറക്കുന്നു, ഒരു സ്വന്തമായിട്ട് അവർ തന്നെ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ. അതുപോലെ തന്നെയാണ് ഈ ഇഞ്ചക്ഷൻ. ഇത് നമ്മൾ ആഴ്ചയ്ക്ക് ഒരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അതായത് 1 മാസത്തിൽ 4 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. മനസ്സിലായി? പക്ഷേ ഇത് പേഷ്യൻ്റ് തന്നെ സ്വന്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വീട്ടിലിരുന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷൻ. ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ലൈനാണ് എപ്പോഴും എല്ലാവർക്കും ഒരു സംശയം വരും, ഞാൻ എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ പോയി എടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള. അല്ല, ഇത് നമ്മൾ ബേസിക്കലി ഒരു പെൻ പോലെ ഇൻസുലിൻ ഡിവൈസ് പോലത്തെ തന്നെ ഡിവൈസാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഈ സൈഡ് എഫക്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്, സോ ദീസ് ആർ റിലേറ്റീവ്ലി സേഫ് മോളിക്യൂൾസ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇതൊരു ഗ്യാസ് ആണ് മേജർ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മോണിറ്റർ ചെയ്യും, അത് വരാതിരിക്കാനുള്ള അഡ്വൈസും കാര്യങ്ങളെല്ലാം കൊടുക്കും. പൊതുവേ നമ്മളിപ്പോൾ ഈ പണ്ടത്തെ മോളിക്യൂൾസിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലോ, ഇതേ ക്ലാസ് ഓഫ് മെഡിസിൻസ് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റാഞ്ഞത് ഈ ഗ്യാസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് അധികം പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാൻ. ഇപ്പോൾ ഈ ന്യൂവർ മോളിക്യൂൾസ് ഒരുപാട് പേഷ്യൻസ് യൂസ് ചെയ്തവരിൽ ദേ ആർ ഓൾ ഡൂയിങ് ഫൈൻ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്യാസും കാര്യങ്ങളും. പിന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എൻ്റെ BMI ഒരു 25 ഉള്ളൂ, എനിക്ക് അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അതൊരു കറക്റ്റായ രീതിയല്ല. നമ്മൾ ഐഡിയൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ BMI മോർ ദാൻ 30 ആണെങ്കിൽ എനിക്ക് ഈ മോളിക്യൂൾ യൂസ് ചെയ്യും. എൻ്റെ BMI മോർ ദാൻ 27 ആണ്, എനിക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാം. അതായത് ഇപ്പോൾ എൻ്റെ BMI 27 ആണെന്ന് വിചാരിച്ചോളൂ, എനിക്കിപ്പോൾ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കൂർക്കമല്ലിയോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ എനിക്ക് എടുക്കാം. അപ്പം BMI മോർ ദാൻ 30 ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം. BMI മോർ ദാൻ 27 ആണെങ്കിൽ നമുക്ക് ഈ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട് മാക്സിമം സ്ലിം ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിലും ഇനിയും കുറയണം, സ്ലിം ആവണം, പണ്ടൊക്കെ ഉള്ളല്ലേ 0 സൈസ് എന്നൊക്കെ പറയുന്ന പോലെ സ്ലിം ആവാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കുന്ന ആളുകളുണ്ട്. അത് ഐഡിയൽ വെയിറ്റ് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കൊറിയൻ സുന്ദരികളെയൊക്കെ കണ്ട് അതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എടുക്കുന്നത് അപകടകരമായ രീതിയിലാണ്. അപകടകരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുക. നമുക്കിപ്പം ബേസിക്കലി ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണെങ്കിലും നമ്മൾ ഗൈഡ് ലൈൻസാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഗൈഡ് ലൈൻസ് പറയുന്നത് പറഞ്ഞാൽ മോർ ദാൻ 30 ഉള്ളവരെ എടുക്കാൻ പാടുള്ളൂ ക്ലിയർ ആണ്. നമ്മളിപ്പം എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക മിക്ക മെഡിസിൻസും ഡോക്ടേഴ്സ് മോഡേൺ മെഡിസിനിൽ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഗൈഡ് ലൈൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മോർ ദാൻ 30 ഉള്ള ആൾ എടുക്കുക, അല്ലെങ്കിൽ മോർ ദാൻ 27 ഉള്ള ആൾ ഏതെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പം അല്ലാത്തവരെടുക്കുന്നത് അത്രയ്ക്ക് ശരിയായ രീതിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഒബിസിറ്റി ഉള്ളവർക്ക് പലതരം ഡിസീസ് ഉണ്ടാവുമല്ലോ, ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും, അപ്പോൾ ആ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് എടുക്കാൻ പറ്റും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ്, അതായത് ഇപ്പം നമ്മൾ ഈ GLP-1 അനലോഗ്സ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മളിനി അധികം വൈകാതെ എല്ലാ ചികിത്സയ്ക്കും ഇത് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം നമ്മൾ തുടങ്ങിയത് ഇത് ഷുഗറിന് വേണ്ടിയിട്ടാണ്, ഇപ്പം അത് നമ്മൾ ഒബിസിറ്റിയിലേക്ക് വന്നു. ഹാർട്ടിൻ്റെ ഇഷ്യൂസ് ഉള്ളവരും ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതായത് ഈ GLP-1 അഗണിസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഓഫ് മെഡിസിൻസ് ഭയങ്കര അവർ യൂസ് ചെയ്യാം. പിന്നെ ഫാറ്റി ലിവർ ഉള്ളവരിലും ഈ മോളിക്യൂൾസ് അപ്രൂവ്ഡ് ആണ്, അതായത് അവർക്കും ഗുണകരമാവും. കാരണം എന്താ വെച്ചാൽ വെയിറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഈ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? വെയിറ്റ് ലോസ് ആണ്. നമുക്ക് ഷുഗറോ പ്രഷറോ ഉള്ള ഒരാൾക്കാണെങ്കിലും വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 10% നമ്മൾ വെയിറ്റ് കുറഞ്ഞാൽ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഡയബറ്റിസ് റിവേഴ്സൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. നമ്മൾ വെയിറ്റ് ലോസ് വരുത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഇല്ലാതാവും. അപ്പോൾ ഇനീഷ്യൽ പുഷിന് വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു 100-120 കിലോ ഉള്ള ഒരാൾ, അയാൾക്ക് എന്ത് പരിശ്രമിച്ചിട്ടും കുറയുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ കാണാറുണ്ട് പേഷ്യൻസ്. ഇത് ജെനറ്റിക്സ് ഹോർമോണൽ കൊണ്ട് തന്നെ വരുന്നതാണല്ലേ? അതെ. സോ ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് തലയിൽ ചില സെന്റേഴ്സ് ഉണ്ട്. ഉദാഹരണം ഹൈപ്പോതലാമസ് എന്ന സെന്റർ ഉണ്ട്, അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യും. അതെ. അപ്പോൾ അത് നമ്മുടെ ഹോമിയോസ്റ്റാറ്റിക് ഈറ്റിംഗ് എന്ന് പറയും, ഈറ്റിംഗ് ഫോർ ഹങ്കർ. ഓക്കെ. അപ്പോൾ ഹോമിയോസ്റ്റാറ്റിക് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ഫോർ ഹങ്കർ, മനസ്സിലായി, നമ്മുടെ വിശപ്പിന് വേണ്ടിയുള്ള. അല്ലാതെ വേറെ ഏരിയാസ് ഉണ്ട്, ഇപ്പോൾ മീസോലിംബിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് ഹെഡോണിക് ഈറ്റിംഗ് എന്ന് പറയും, ഈറ്റിംഗ് ഫോർ പ്ലഷർ. അത് വേറൊരു സെൻറ്ററാണ് നമ്മുടെ തലയിൽ. അപ്പോൾ ഈ മോളിക്യൂൾസ് മെയിൻലി ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ സെൻറ്റേഴ്സിനെല്ലാം കുറച്ച് ആക്ഷൻ വന്നിട്ട് നമ്മുടെ ആപ്പറ്റൈറ്റ് കുറയ്ക്കും, മനസ്സിലായി. ഇത് മാത്രമല്ല ആക്ഷൻ, വേറെ ആക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് വൈറൽ ആക്ഷൻ ഉണ്ട്, പാൻക്രിയാസിൽ ആക്ഷൻ ഉണ്ട്, ചില മോളിക്യൂൾസിന് ഡയറക്റ്റ് ഫാറ്റ് സെൽസിലും ആക്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് ഇത് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സംഭവിക്കും. അപ്പോൾ അവർ യൂസ് ചെയ്ത് ഇനീഷ്യൽ പുഷിന് വേണ്ടി അവർക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ അല്ലാതെ ഒരു 120 കിലോ ഉള്ള ഒരാൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോയി എക്സസൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല. അവർക്ക് നീ പെയിൻ ഉണ്ടാവും, അവർക്ക് ഓൾറെഡി സ്നോറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പോയി നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. ഓടണം ചാടണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ബോഡി വെയിറ്റ് നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അവർക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ സോ അവിടെ ഇപ്പോൾ ഇഫ് ഐ ക്യാൻ ബ്രിങ് അബൌട്ട് ഒരു 15 കിലോ വെയിറ്റ് ലോസ് ആ ഒരു പേഷ്യന്റ്, പിന്നെ അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാം അല്ലേ? ആ ഒരു ഇനീഷ്യൽ പുഷ് ഡോക്ടർ പറഞ്ഞാൽ തന്നെ. അപ്പോൾ അവർക്ക് കൂടി വേണ്ടി ചോദിക്കുകയാണ്, ഇത് എക്സ്പെൻസീവ് ആണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനും ചിന്തിക്കേണ്ടത് നമ്മൾ അപ്പോഴത്തെ ഇനീഷ്യൽ കോസ്റ്റ് ആണ് നമ്മളെല്ലാവരും വിചാരിക്കുക. ഞാനിപ്പോൾ ഒരു 120 kg ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം. ബോഡി പെയിൻ ഉണ്ടായിരിക്കും, ബോഡി പെയിൻ, മുട്ടിന് തേയ്മാനം വരാം, നമുക്ക് ഷുഗർ വരാം, പ്രഷർ വരാം, ഡിസ്കംപ്ലൈൻസ് വരാം, ഈ കുറുക്കമല്ലിയുടെ അസുഖം വരാം, ഹാർട്ടിന് ബുദ്ധിമുട്ട് വരാം, എന്ത് അസുഖം വേണമെങ്കിലും നമുക്ക് ഒബിസിറ്റി, ഞാൻ പറഞ്ഞില്ലേ ഒരു 200ഓളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ക്യാൻസർ വരാം, എക്സാക്ട്ലി എല്ലാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 200ഓളം കോംപ്ലിക്കേഷൻസ് നമ്മൾ ഒബിസിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റുകൾ നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി.
ടോട്ടലായിട്ട് നമ്മളിപ്പോൾ സപ്പോസ് ഒരു 10 years ഡൗൺ ദ ലൈൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അതിൻ്റെ 10-1 നമുക്ക് ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിന് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കോസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത് റാദർ ദാൻ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് കോസ്റ്റ്. നമ്മളെപ്പോഴും ചിന്തിക്കുക, ഞങ്ങൾ ഡയബറ്റിസ് പേഷ്യൻസിനോട് പറയുന്ന ഇതാണ്, അതായത് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെൻറ്റ് മരുന്നിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കരുത്. ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് ഡയബറ്റിസിൽ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ജനറൽ പബ്ലിക്കിന് അറിയാം കണ്ണ് ഷുഗർ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണ്, കിഡ്നി, ഞരമ്പ് ബാധിക്കും, നാടികൾ എല്ലാം ഒരു വിധത്തിൽപ്പെട്ട എല്ലാതും അല്ലെ, മുറി വന്നാൽ ഉണങ്ങാൻ പണിയാണ്. അപ്പൊ ആളുകൾക്ക് അറിയാം ഈ ഷുഗർ എന്ന് പറയുമ്പോൾ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയി കഴിഞ്ഞു, അത് ഇതിന് ഇനി മരുന്നൊന്നും ഇല്ല എന്ന രീതിയിലേക്ക് വന്നു. പക്ഷെ ഒബിസിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ എന്താണ് തള്ളിക്കളയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിങ് ചെയ്യുന്നു, ഞാനല്ല കഴിക്കുന്നത്, നിങ്ങൾക്ക് എന്താ എന്നുള്ള സംഭവം ഒരു കോസ്മെറ്റിക് ഒരു അപ്പിയറൻസ് വൈസ് എന്നുള്ളതിലുപരി ഇപ്പൊ കുറച്ച് നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോർമലൈസ് ചെയ്യാം, പക്ഷേ പറഞ്ഞല്ലോ അവർക്ക് അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരൊരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ അതാണ് ചോദിച്ചത്, ആർക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. BMI കട്ട് ഓഫ് ഉള്ള ആൾ അത് പോയി നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് നിങ്ങൾക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ശേഷമേ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര എക്സ്പെക്റ്റഡ് വെയിറ്റ് ലോസ് വരാം എന്നുള്ളതാണ് പിന്നെ പേഷ്യൻസ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 15 മുതൽ 20% വരെയൊക്കെ നമുക്ക് ഈ മോളിക്യൂൾസിൽ കുറയാം. പിന്നെ എന്തെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വെയിറ്റ് കിട്ടുമെന്നുള്ളതാണ് മിക്ക പേഷ്യൻസും ചോദിക്കുന്നത്. നമുക്ക് ഈ മോളിക്യൂൾസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് നിർത്തിയവരുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവരുടെ കാര്യം നമ്മൾ സംസാരിക്കേണ്ട എത്ര കാലം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? ഒരു 6 months ഒക്കെ എടുത്താലേ നമുക്കൊരു നല്ലൊരു മാറ്റം വരുള്ളൂ. അപ്പോൾ 6 months കഴിഞ്ഞ് നല്ലൊരു മാറ്റം വന്നു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് തന്നെ അവർക്ക് മാറ്റം കണ്ടു തുടങ്ങും. പേഷ്യൻസ് എടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കെല്ലാം ഫസ്റ്റ് മന്ത് തൊട്ടേ അവർക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അവർ മോളിക്യൂൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ദേ ആർ വില്ലിംഗ് ടു കണ്ടിന്യൂ, ബിക്കോസ് അവർക്ക് അറിയാം അതിന്റെ എഫക്റ്റീവ്നെസ്. എത്ര കിലോ വരെ കുറയ്ക്കാൻ കഴിയും? 15-20% എന്ന് പറയുമ്പോൾ ഒരു 15-20 കിലോ വരെ ഒക്കെ കുറയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഇഞ്ചക്ഷൻ നിർത്തിയാലും ഒരു പരിധി വരെ ചിലപ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ വെയിറ്റ്. നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വേണമെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം, എത്ര കാലം വേണമെങ്കിലും അവർക്ക് കണ്ടിന്യൂ ചെയ്യാം, അതല്ല ഉദ്ദേശം. ബട്ട് ഇഫ് ദേ വാണ്ട് ഒരു ഇനീഷ്യൽ പുഷ് കിട്ടി അവർ വെയിറ്റ് ലോസ് വരുത്തിയതിന് ശേഷം പിന്നെ അവർക്ക് വേണമെങ്കിൽ ഇതേ പറഞ്ഞ ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്ത് വേണമെങ്കിൽ കുറച്ചത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മുഴുവൻ വെയിറ്റ് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുറച്ച് വെയിറ്റ് അവർക്ക് തിരിച്ച് കിട്ടുന്നുള്ള ഒരു സംശയമില്ല നമ്മൾ ഇഞ്ചക്ഷൻ നിർത്തുമ്പോൾ. പക്ഷേ അവർക്ക് അവരുടെ ഡയറ്റോ എക്സസൈസ് ഒക്കെ ചെയ്താൽ മേ ബി കുറച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നിർത്തിയാൽ മൊത്തം വെയിറ്റ് തിരിച്ച് കിട്ടുന്നില്ല. ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലുമായി കണക്റ്റഡ് ആണല്ലോ. 100 കിലോ ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരു 80 കിലോ ഒക്കെ ആവാൻ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും. അല്ലാതെ അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ പറയും, ഇപ്പം ചില ഇത് കേൾക്കുന്നവർ പറയും അങ്ങനൊന്നും ആവശ്യമില്ല, നമുക്ക് ജിമ്മും ഡയറ്റും എക്സസൈസ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ കുറയാൻ പറ്റും. ഫിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഡയറ്റീഷ്യൻസ് ഒക്കെ പറയാറുണ്ട്. അതെ പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റും, പക്ഷെ എല്ലാവർക്കും പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒബിസിറ്റി ഒരു അസുഖമായിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പറ്റില്ല. അതാണ് നമ്മൾ അയാളുടെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ അയാൾക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം അയാൾ വേറെ ഓപ്ഷൻസിനെ പറ്റി തേടുന്നത്. അവർക്കാണ് ഈ ന്യൂവർ മെഡിസിൻസിനെ പറ്റി നമ്മൾ അവയർനെസ് ഉണ്ടാക്കേണ്ടത്. അല്ലാത്ത ഒരാൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു നോർമൽ BMI ഉള്ള ഒരാൾ കോസ്മെറ്റിക് റീസണിന് വേണ്ടി ഇതൊന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഹൈ ആണല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആളുകൾ ഇൻടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ്. ഓക്കെ. അപ്പോൾ ഈ ഒബിസിറ്റി എന്ന് പറയുന്നത് ഡയബറ്റീസുമായി അല്ലെങ്കിൽ ഇപ്പോൾ PCOS ഒക്കെ കുറച്ച് കോമൺ ആണല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കാണോ കൂടുതലായിട്ട് ഇത് വരുന്നത്? കാരണം അവർക്കും ഈ ഹോർമോണൽ ലെവൽസ് കോർട്ടിസോൾ ഒക്കെ ഹൈ ആണല്ലോ, അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആണോ ഈ ഒബിസിറ്റി? യെസ്, ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ബേസിക്കലി നമ്മുടെ ബോഡി വെയിറ്റ് ഗെയിൻ വരുമ്പോൾ നമുക്ക് ഈ അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും, ഫാറ്റ് സെൽസ്, ഈ ബോഡി വെയിറ്റ് ഗെയിൻ വരുമ്പോൾ പൊതുവേ നമുക്ക് ഇന്ത്യൻസിൽ ചിലപ്പം തിന്നായിരിക്കും ആൾ, പക്ഷെ നല്ല വയറുണ്ടാവില്ലേ? അതെ, അതാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ നമുക്ക് പൊതുവേ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗൻസിലെല്ലാം പോയി ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. പാൻക്രിയാസിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ ഉത്പാദനം കുറയും. ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫാറ്റി ലിവർ വരും. അങ്ങനെ ബേസിക്കലി ഒബിസിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓർഗൻസിലൊക്കെ ഈ വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുമ്പോഴാണ് പൊതുവേ ഈ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും വരുന്നത്. PCODയും അതേപോലെ തന്നെയാണ്. നമുക്ക് PCODയിൽ എന്താ വെയിറ്റ് ഗെയിൻ വരുമ്പോഴാണ് നമുക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം റൂട്ട് കോസ് വെയിറ്റാണ്. അപ്പം നമുക്കിപ്പം ഒരു PCOD ഉള്ളൊരു പെൺകുട്ടി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന മരുന്ന് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ഫസ്റ്റ് പറയുന്നൊരു കാര്യം, എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒരേ ഒരു കാര്യം എന്തായിരിക്കും? വെയിറ്റ് കുറയ്ക്കാം. മനസ്സിലായി? അപ്പം അത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും തിരിച്ചു പറയുന്ന മറുപടി ഇതാണ്, ഡോക്ടർ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, 6 months ട്രൈ ചെയ്തു, 1 year ട്രൈ ചെയ്തു, പക്ഷേ കുറയുന്നില്ല. അപ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇതിനകത്തൊരു ജനറ്റിക് കമ്പണൻറ്റ്, അതെ, ഒരു ഹോർമോണൽ കമ്പണൻറ്റ്, ഒരു ജനറ്റിക് കമ്പണൻറ്റ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത കമ്പണൻസ് ഒക്കെ ഉണ്ട്. നമ്മളവരെ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞങ്ങൾ പോലും പണ്ട് ചെയ്തിരുന്നില്ല പഠിക്കുന്ന കാലത്തൊക്കെ, പക്ഷേ ഇപ്പം നമുക്കത് കുറച്ചുകൂടെ അവയർനെസ് വന്നിട്ടുണ്ട്, എന്താണ് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത്. ഈ ഷുഗർ ഡയറ്റ് എടുക്കുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ഡയറ്റ് ഉണ്ടായത്, നമ്മൾ രാവിലെ ഫാസ്റ്റ് ഭക്ഷണം കഴിക്കുക,
പിന്നെ ഒരേ സൈക്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യുന്നത്. അതുവരെ നമ്മളൊന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച്. അപ്പോൾ ഇതുപോലത്തെ ഡയറ്റുകളും അതുപോലെ തന്നെ ഷുഗർ കഴിക്കാതെ ഒട്ടും കഴിക്കാതെ ഇരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലതാണോ അതോ എങ്ങനെയാണിത്? ഇപ്പോൾ എല്ലാവരും ഷുഗർ ഡയറ്റ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ. ഓവറോൾ നമ്മുടെ ഇൻടേക്ക് ഓഫ് ഷുഗർ എത്ര കുറയ്ക്കുന്നോ അത് ബോഡിക്ക് നല്ലത് തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് ചോദിച്ചത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു സയൻസ് ഉള്ള ഒരു ഡയറ്റ് തന്നെയാണ്. ഈവൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഒരു സയൻസ് ഉള്ള ഡയറ്റ്, സീക്രട്ടും ഇപ്പോൾ കിട്ടി. ഒരു സയൻസ് ഉള്ള ഡയറ്റ് തന്നെയാണ്. പക്ഷേ അത് ഇറ്റ് ഷുഡ് ബി ഡൺ പ്രോപ്പർലി വിത്ത് പ്രോപ്പർ അഡ്വൈസ്. നമ്മൾ പക്ഷേ ഞാൻ യൂഷ്വലി പേഷ്യൻസിനോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫാൻസി ഡയറ്റ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരാൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നമ്മൾ മരുന്നിനെ പറഞ്ഞ് നമ്മൾ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മൾ സിമ്പിളായിട്ടൊരു നമ്മളൊരാൾക്ക് വെയിറ്റ് കുറയ്ക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ഏജിനനുസരിച്ച് വേണ്ട കാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഏതൊരു ഡയറ്റീഷ്യനും ചെയ്തോളൂ. നമ്മളൊരു ആ കാലറിയിൽ നിന്ന് ഒരു ചെറിയ ഡെഫിസിറ്റിലായിരിക്കണം, കുറച്ച് ഡെഫിസിറ്റ്. നമുക്ക് വേണ്ട കാലറിയിൽ നിന്നും കുറച്ച് കുറവേ നമ്മൾ കഴിക്കാൻ പാടും. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എയറോബിക് എക്സസൈസസ് വേണം. വാക്കിംഗ് എന്ത് വേണമെങ്കിലും ആവാം, വാക്കിംഗ്, ഡാൻസിങ് എന്ത് വേണമെങ്കിലും. ഇതിൻ്റെ കൂടെ കുറച്ച്, ഇപ്പോൾ പറ്റുന്ന ഒരാളാണെങ്കിൽ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൂടെ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടൈം ടെസ്റ്റഡ് ടെക്നിക്കാണ്. ഇതിൽ വെയിറ്റ് ഒരുവിധം ഈ ഞാൻ പറഞ്ഞ പോലെ മറ്റ് അസുഖങ്ങൾ ഇപ്പോൾ ഇപ്പം മറ്റ് കമ്പണൻസ് ഒന്നും ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ അല്ലേ. മറ്റ് ഈ പറഞ്ഞ പോലെ മറ്റ് ഡയറ്റ്സ് ഒക്കെ, ഫാൻസി ഡയറ്റ്സ് ഒരുപാട് ഡയറ്റ്സ് ഉണ്ട്, വെയിറ്റ് ലോസ്, കീറ്റോ ഡയറ്റ്, മറ്റേ ഡയറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊന്നും സസ്റ്റൈനബിൾ അല്ല ഓൺ ദ ലോങ് റൺ. പൊതുവേ ഇത് എന്നവരാ ഡയറ്റ് നിർത്തുന്നു അപ്പോൾ അത് തിരിച്ചു വരും, ഫുൾ വെയിറ്റ് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു, അപ്പോൾ ഇതൊന്നും ലോങ് റണ്ണിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചിലപ്പോൾ ഓൺ ദ ലോങ് റൺ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരണം എന്നില്ല. പക്ഷേ പറ്റുവാണെങ്കിൽ ഒരു പരിധി വരെ ചെയ്യാം. പക്ഷേ എല്ലാവരും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒബീസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് അവരത് വല്ലാതെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പർ അഡ്വൈസ് നിങ്ങളുടെ ഒരു ഫിസിഷ്യനോ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ ഇതെല്ലാം ഒരു ഓഡ് ഡയറ്റ്, സാധാരണ ഒരാൾ കഴിക്കുന്നതല്ല, നമ്മൾ എന്തെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ അതിലേക്ക് പോകേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അവരോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ മെഡിക്കൽ അസുഖങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല, ചെക്ക് ചെയ്യുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ പ്രോപ്പർ അഡ്വൈസോടെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഡോക്ടർ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒബിസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്, ഇതൊരു ഡിസീസ് ആണെന്നുള്ള കാര്യം നമ്മളടുത്ത് നിന്ന് അർജുൻ ഡോക്ടർ സംസാരിച്ചു. ആൻഡ് ഇവർ കൂടുതലായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ അമിതവണ്ണമുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഇഞ്ചക്ഷൻസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള മെത്തേഡ്സ് ആണ് ഏത് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.